So in previous class we were discussed about what is orchidarium. ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ഓർക്കിഡേറിയം, എന്താണ് ഓർക്കിഡേറിയം എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും പറഞ്ഞതാണ്. എന്താണ് ഓർക്കിഡേറിയം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കി എന്താണ് ഓർക്കിഡേറിയം. പേജ് നമ്പർ 12 ഇതാ എഴുതി വെച്ചിട്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, വായിക്കുക, ഉറക്കെ വായിച്ച് നിങ്ങളുടെ പാരൻസിന് കേൾപ്പിച്ചു കൊടുക്കുക എന്താണ് ഓർക്കിഡേറിയം. ഓരോന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഓരോ സെൻറ്റൻസും ഓരോ വാക്കുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദ ഓർക്കിഡേറിയം അട്രാക്റ്റഡ് മീ ദ മോസ്റ്റ്. ഓർക്കിഡേറിയം ഈസ് എ ഗാർഡൻ വേർ ഓർക്കിഡ് വെറൈറ്റീസ് ആർ ഗ്രോൺ. എന്താണ് പറഞ്ഞത്? ഒരു സ്റ്റഡി ടൂറിൻ്റെ കാര്യമാണ്, കഥയൊക്കെ നിങ്ങൾ വിക്ടേഴ്സ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാകും. സോ വി മെയിൻലി ഫോക്കസ് ഓൺ ദ മേജർ ടോപ്പിക്. വാട്ട് ഈസ് ഓർക്കിഡേറിയം? ഓർക്കിഡേറിയം ഈസ് എ ഗാർഡൻ. ഗാർഡൻ എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്കറിയാം, പൂന്തോട്ടം. വേർ ഓർക്കിഡ് വെറൈറ്റീസ് ആർ ഗ്രോൺ. ഗ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരുന്നത് എന്നാണ് അർത്ഥം. അറിയില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം. വളർച്ച എന്നുള്ളതാണ്. ഗ്രോത്ത് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്കറിയാം അല്ലേ? ഗ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരുന്നത് അല്ലെങ്കിൽ വളർന്നിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ഓർക്കിഡ് ഫ്ലവേഴ്സ്. ആ കുട്ടി ആശ്ചര്യത്തോട് പറയുകയാണ്, ഹൗ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരമാണ്. വാട്ട് സർപ്രൈസ്ഡ് മീ വാസ് ദ വേ ദീസ് പ്ലാന്റ്സ് ആർ ബീയിങ് നർച്ചേർഡ്. NURTURED. എന്താണ് വാക്കിൻ്റെ അർത്ഥം? അണ്ടർലൈൻ ചെയ്യൂ. പെൻസിൽ എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അണ്ടർലൈൻ ചെയ്യുക. NURTURED, നർച്ചേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാലിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുന്ന രീതി എന്നുള്ളതൊക്കെയാണ് അർത്ഥം. നെക്സ്റ്റ് വായിച്ചു നോക്കൂ. ദേ ആർ ഗ്രോൺ ഓൺ ഹാങ്ങിങ് വുഡൻ പ്ലാങ്ക്സ്. ഹാങ്ങിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, തൂക്കിയിടുക എന്ന അർത്ഥം. ഹാങ്ങർ എന്ന് കേട്ടിട്ടില്ലേ? ഡ്രസ്സൊക്കെ തൂക്കിയിടുന്നത് ഹാങ്ങർ. അപ്പോൾ ഹാങ്ങിങ് എന്ന് വെച്ചാൽ തൂക്കിയിടുക എന്നുള്ള അർത്ഥം. വുഡൻ പ്ലാങ്ക്സ് എന്ന് വെച്ചാൽ എന്താണ്? PLANKS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പലകേനെ കൊണ്ടുള്ള തട്ടൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് പ്ലാങ്ക്സ് എന്ന് പറയാം. ടൈഡ് വിത്ത് മെറ്റീരിയൽസ് ലൈക്ക് കോക്കനട്ട് ഫൈബർ. ചകിരിനാല് പോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇരിക്കുന്നത്. ക്ലിയർ? ടൈഡ് വിത്ത് മെറ്റീരിയൽസ് ലൈക്ക് കോക്കനട്ട് ഫൈബർ. സം അതേഴ്സ് ഗ്രോ ഓൺ ബ്രാഞ്ചസ് ഓഫ് ട്രീസ്. ബ്രാഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലകൾ എന്നാണ് അർത്ഥം. അറിയില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം, അറിയാത്ത വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ബ്രാഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലകൾ എന്നാണ് അർത്ഥം. ദേ ഡോണ്ട് റിക്വയർ സോയിൽ ടു ഗ്രോ. ഇതൊരു ചോദ്യമാണ്, വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരിക്കും ഈ ഓർക്കിഡുകൾ വളരുന്നുണ്ടാകുക? അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 13 എടുക്കുക. വി വർ ഡിസ്കസ് അബൌട്ട് വാണ്ട. വാട്ട് യു മീൻ ബൈ വാണ്ട? വാട്ട് ഈസ് വാണ്ട? മരവാഴ നിങ്ങൾ കണ്ടിട്ടില്ലേ? മരവാഴ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് വാണ്ട? ഇറ്റ്സ് എ മരവാഴ എന്ന് നമ്മൾ പറയുന്ന സാധനം. ഞാൻ നിങ്ങളോട് ഇവിടെ മുതൽ ഇവിടെ വരെ എപ്പിഫൈറ്റ്സ് എന്ന വരെയാണ് വായിക്കാൻ പറഞ്ഞത്. വായിക്കാത്തവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഉറക്കെ വായിക്കുക. നോക്കാം. ലെറ്റ്സ് ഗോ ടു ദി ടോപ്പിക്. വാണ്ട ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ഓർക്കിഡ് സീൻ ഇൻ അവർ ലൊക്കാലിറ്റി. ഒരു കാര്യം മനസ്സിലായി, വാണ്ട എന്ന് പറയുന്നത് ഓർക്കിഡാണ്. വാണ്ട ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ഓർക്കിഡ് സീൻ ഇൻ അവർ ലൊക്കാലിറ്റി. എന്താണ് ലൊക്കാലിറ്റി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കാണാൻ പറ്റുന്ന, വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർക്കിഡാണ് വാണ്ട എന്ന് പറയുന്നത്, മരവാഴ എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ. നോക്കിയേ, ദ പിക്ചർ ഇവിടെ കൊടുത്തിട്ട് ലുക്ക് അറ്റ് ദ പിക്ചർ. ഒബ്സർവ് ഇറ്റ്സ് തിക്ക് റൂട്ട്സ്. റൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വേരുകൾ. അറിയാം. These roots have certain peculiarities. Underline ചെയ്യൂ.
പെക്യൂലിയാരിറ്റീസ്. PECULIARITIES. പെക്യൂലിയാരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സവിശേഷതകൾ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗുണമുള്ളത്, ഒരു പ്രത്യേക സവിശേഷതയുള്ളത് എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഒബ്സർവ് ദ തിക്ക് റൂട്ട്സ്. നോക്കിയേ, അതിൻ്റെ തിക്ക് റൂട്ട്സ് നോക്കിയേ. ദീസ് റൂട്ട്സ് ഹാവ് സർട്ടൈൻ പെക്യൂലിയാരിറ്റീസ്. അതിന് പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ സവിശേഷതകളുണ്ട്. ദേ ക്യാൻ അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. മോയ്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജലാംശം. ദേ ക്യാൻ അബ്സോർബ്. അബ്സോർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്വീകരിക്കുക. ദേ ക്യാൻ അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം. ദേ ക്യാൻ അബ്സോർബ് moisture from the atmosphere. This is why these plants can grow even without soil. Yes, here we get an answer of the first question. What was the first question we asked when we studied about orchids? ഓർക്കിഡിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇവക്ക് മണ്ണില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? സോ ഹിയർ വി ഗെറ്റ് ദ ആൻസർ. ഇവിടെ നമ്മൾക്കതിൻ്റെ ഉത്തരം ലഭിക്കുകയാണ്. We already know that Vanda is a type of orchid. Yes, we saw in the first sentence. It's a common type of orchid. Vanda ഒരു ടൈപ്പ് ഓഫ് ഓർക്കിഡ് ആണെന്ന് നമുക്കറിയാം. എന്താ ലാസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്? They can absorb moisture from the atmosphere. This is why these plants can grow even without soil. Without soil എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ആവശ്യമില്ലാതെ വാണ്ടയ്ക്ക്, മരവാഴയ്ക്ക് വളരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് ഓക്കെ. ദീസ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഓൺലി ഫോർ ഷെൽട്ടർ. ഓൺലി ഫോർ ഷെൽട്ടർ. ഷെൽട്ടറിന് വേണ്ടിയിട്ട് മാത്രം. ഷെൽട്ടറിന് എന്താണ്? ഒരാശ്രയം എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് മറ്റ് പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നത്. ദീസ് പ്ലാന്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ അതർ പ്ലാന്റ്സ് ഓൺലി ഫോർ ഷെൽട്ടർ. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്സ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Such plants are called epiphytes. So our second question is, what is epiphyte? നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഉത്തരം എഴുതാത്തവർ ഇപ്പം തന്നെ എടുത്ത് എഴുതുക. നോട്ട് ബുക്ക് എടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതുക. വാട്ട് ഈസ് എപ്പിഫൈറ്റ്? എന്ത് തരത്തിലുള്ള സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, നിങ്ങളെടുത്ത് നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Have you now understood which category of plants do orchid belong to? എന്താണ് ചോദ്യം? എന്താണ്? Have you now understood which category of plants do orchid belong to? ഓർക്കിഡ് ഏത് കാറ്റഗറി ഓഫ് പ്ലാന്റ്സ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഉത്തരം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓർക്കിഡ് ഏത് കാറ്റഗറിയാണ്? നമ്മളിപ്പം പറഞ്ഞത് ആരാണ്? ഇപ്പം പറഞ്ഞത് ആരെ പറ്റിയിട്ടാണ്? എപ്പിഫൈറ്റുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓർക്കിഡ് ഏത് കാറ്റഗറിയാണ്? എപ്പിഫൈറ്റ്സ് ആണ്. വി ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ചോദ്യം? എന്താണ്? വിൽ ദ പ്രസൻസ് ഓഫ് എപ്പിഫൈറ്റ്സ് എഫക്ട് ഹോസ്റ്റ് പ്ലാന്റ്സ് അഡ്വേഴ്സ്ലി? അവിടെ പുതിയൊരു വാക്ക് വന്നിട്ടുണ്ടല്ലോ. എന്താണ് ആ പുതിയ വാക്ക്? എന്താണ്? അഡ്വേഴ്സ്ലി. അഡ്വേഴ്സ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ എന്നുള്ളൊരർത്ഥമാണ്. പ്രസൻസ് ഓഫ് എപ്പിഫൈറ്റ്സ്. ഈ എപ്പിഫൈറ്റ്സ് ഹോസ്റ്റ് പ്ലാന്റിന് വളരെ മോശമായ രീതിയിൽ ബാധിക്കുമോ എന്നാണ് ചോദ്യം. എന്താണ് ഹോസ്റ്റ് പ്ലാന്റ്? ഇപ്പം നമ്മൾ പറഞ്ഞു, ഈ മരവാഴ എന്ന് പറയുന്നത് ഒരു മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് മരത്തിലാണോ പറ്റിപ്പിടിച്ചത്, ഇപ്പോൾ ഇവിടെ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കാം, ഇവിടെയാണ് ഒരു പുതിയൊരു പ്ലാന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ പ്ലാന്റ് ഉണ്ടല്ലോ,
ഇതിനെയാണ് നമ്മൾ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റിനെയാണ് ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയാം. ഈ ചെറുതിനെയാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയാം. ഏതിൻ്റെ മേലെയാണോ വളരാൻ ശ്രമിക്കുന്നത് അതാണ് ഹോസ്റ്റ് പ്ലാന്റ്. ഏതാണോ വളരുന്നത് അതാണ് എപ്പിഫൈറ്റ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഈ ഹോസ്റ്റ് പ്ലാന്റിന് മോശമാണോ എപ്പിഫൈറ്റ് ഉള്ളത്? ആണോ? ഏതെങ്കിലും രീതിയിൽ മോശമാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഈ ഹോസ്റ്റ് പ്ലാന്റിനെ യാതൊരു രീതിയിലും മോശമായിട്ട് ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നോക്കിയേ, ഇവിടെ പറയാൻ നോക്കിയേ. ദീസ് റൂട്ട്സ് ഹാവ് സർട്ടൈൻ പെക്യുലാരിറ്റീസ്. എന്താണ് ആ പെക്യുലാരിറ്റീസ്? ദേ ക്യാൻ അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഇതിൻ്റെ റൂട്ട് തന്നെയാണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ജലാംശം സ്വീകരിക്കുന്നത് ഫോർ പ്രിപ്പയറിങ് ഫുഡ്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റ് പ്ലാന്റിനെ മോശമായിട്ട് ബാധിക്കുന്നില്ല. ഡിസ്കസ് ആൻഡ് നോട്ട് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ സയൻസ് ഡയറി എടുക്കുക, നിങ്ങളെ നോട്ട് ബുക്കിൽ എടുക്കുക. അടുത്ത ചോദ്യം ഇത് എഴുതുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കൂടാണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് എഴുതുക. വിൽ ദ പ്രസൻസ് ഓഫ് എപ്പിഫൈറ്റ്സ് എഫക്റ്റ് ഹോസ്റ്റ് പ്ലാന്റ് അഡ്വേഴ്സ്ലി? എന്താ ഉത്തരം? നോ. എന്തുകൊണ്ടാണ്? എപ്പിഫൈറ്റ്സിന് വേണ്ടതൊക്കെ എപ്പിഫൈറ്റ്സ് തന്നെ കളക്ട് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റ് പ്ലാന്റിനെ ഒരു ഷെൽട്ടറായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അടുത്തതിലേക്ക് പോയാലോ? പാരാസിറ്റിക് പ്ലാന്റ്സ്. എന്താണ് പാരാസിറ്റിക് പ്ലാന്റ്സ്? നോക്കിയേ. ഹാവ് യു സീൻ ദ ലൊറാന്തസ് ദാറ്റ് ഗ്രോസ് ഓൺ ദ മാംഗോ ട്രീ? എന്താണ് ലൊറാന്തസ് എന്ന് വെച്ചാൽ? ഇത്തിൽ കണ്ണി എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾ മാവിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതന്നെ ഇവിടെ ചോദിച്ചത്. ഹാവ് യു സീൻ ദ ലൊറാന്തസ്? ഇത്തിൽ കണ്ണിയാട്ടോ, ഇത്തിൽ കണ്ണി. ഇവിടെ മാവിലൊക്കെ പടർന്നു പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ഇവിടെ ചോദ്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈസ് ദ ഗ്രോത്ത് ഓഫ് ലൊറാന്തസ് ഓൺ ദ മാംഗോ ട്രീ ബെനിഫിഷ്യൽ? വൈ? ഈസ് ദ ഗ്രോത്ത് ഓഫ് ലൊറാന്തസ്, ഈ ഇത്തിൽ കണ്ണി മാവിൽ വളരുന്നത് ഗുണകരമാണോ? എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, അടുത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈവൻ ദോ ലൊറാന്തസ് ഹാസ് ലീവ്സ് ആൻഡ് റൂട്ട്സ്. ലൊറാന്തസിന്, ഇത്തിൽ കണ്ണിക്ക് വേരുകളും അതുപോലെ തന്നെ ഇലകളും ഉണ്ട്. എങ്കിലും ഇറ്റ്സ് പ്രിപ്പയർ food absorbing water and minerals from host plant. അപ്പോൾ പ്രശ്നമല്ലേ? നോക്കിയേ. ഈവൻ ദോ ലൊറാന്തസ് ഹാസ് ലീവ്സ് ആൻഡ് റൂട്ട്സ്, ഇറ്റ് പ്രിപ്പയർ ഫുഡ് അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. എന്താ സംഭവം? എന്താ മനസ്സിലായേ? ഇത്തിൽ കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും അവ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് വെച്ചാൽ ആതിഥേയ സസ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആതിഥേയ സസ്യത്തിൽ നിന്നാണ് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത്, എന്നിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. നോക്കിയേ. ഇറ്റ് പ്രിപ്പയർ ഫുഡ് അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അങ്ങനെ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത് എങ്കിൽ അത് ഹോസ്റ്റ് പ്ലാന്റിന് നല്ലതാണോ? മോശമല്ലേ? കാരണം ഹോസ്റ്റ് പ്ലാന്റിന് വളരേണ്ട മിനറൽസ് അല്ലെങ്കിൽ വാട്ടർ കോണ്ടൻറ്റ് അബ്സോർബ് ചെയ്യുകയാണ്. ആര് അബ്സോർബ് ചെയ്യുകയാണ്? ലൊറാന്തസ് അബ്സോർബ് ചെയ്യുകയാണ്, ഇത്തിൽ കണ്ണി അബ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ അത് ആർക്ക് മോശമാണ്? ഹോസ്റ്റ് പ്ലാന്റിന് മോശമാണ്. ഇത് ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഈസ് ദ ഗ്രോത്ത് ഓഫ് ലൊറാന്തസ് ഓൺ ദ മാംഗോ ട്രീ ബെനിഫിഷ്യൽ? നോ. വൈ? ലൊറാന്തസ് absorb water and minerals from the host plant. Clear ayo? We go to next sentence. Cuscuta is a light yellowish green climber which spread over a plant. എന്താണ് കസ്ക്യൂട്ട? കസ്ക്യൂട്ട വെച്ച് കഴിഞ്ഞാൽ മൂടില്ലാത്ത ആളി. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതിനെ കണ്ടിനോ നിങ്ങൾ? ദേ കസ്ക്യൂട്ടയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കസ്ക്യൂട്ട ഈസ് എ ലൈറ്റ് യെലോയിഷ് ഗ്രീൻ ക്ലൈംബർ വിച്ച് സ്പ്രെഡ്
എന്ന് വെച്ചാൽ എന്താണ്, പരക്കുക. ഓവർ എ പ്ലാന്റ്, ഒരു ചെടിയിൽ മൊത്തം ഇങ്ങനെ എന്താ പറയുക കുടുങ്ങിക്കിടക്കുക. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിക്കുമ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. എ സയൻസ് സ്റ്റുഡൻറ്റ് മസ്റ്റ് ബി എ ഗുഡ് ഒബ്സർവർ. ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു നിരീക്ഷകനായിരിക്കണം, നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിക്കണം. അപ്പം നിങ്ങൾ ഈ ക്ലാസ് വീഡിയോ കണ്ടതിന് ശേഷം ലൊറാന്തസിനെ കാണുന്നുണ്ടോ നോക്കുക, കസ്ക്യൂട്ടനെ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അടുത്ത ചോദ്യം നോക്കാം. ഡസ് ദിസ് ക്ലൈംബർ ബ്രിങ് എനി ഹാം ടു ദ ഹൗസ് പ്ലാൻ? ഡിസ്കസ്. നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഈസ് ദിസ് ന്യൂ പ്ലാന്റ്, വിച്ച് പ്ലാൻ? കസ്ക്യൂട്ട. ബ്രിങ് എനി ഹാം ടു ദ ഹൗസ് പ്ലാൻ. ഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? HARM. അറിയില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം, മനസ്സിലാക്കണം. ഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷകരമായി ബാധിക്കുക അല്ലെങ്കിൽ മോശമായിട്ട് വരിക എന്നാണ് അർത്ഥം. എനി ഹാം ടു ദ ഹൗസ് പ്ലാന്റ്. ആതിഥേയ സസ്യത്തിന് എന്തെങ്കിലും മോശം ഉണ്ടാക്കുന്നുണ്ടോ കസ്ക്യൂട്ട? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പ്ലാന്റിന് മുഴുവനായിട്ട് വരിഞ്ഞ് മുറുക്കിയിട്ട് മറ്റൊരു ചെടി വന്നു കഴിഞ്ഞാൽ മോശമല്ലേ? ഈ കസ്ക്യൂട്ടിയും ചെയ്യുന്ന എന്താണ്? മുടിലത്താളിയും ചെയ്യുന്ന എന്താണ്? മിനറൽസൊക്കെ അബ്സോർബ് ചെയ്യുവാണ്. ഏതിൽ നിന്ന്? ഹോസ് പ്ലാന്റിൽ നിന്ന്. സോ ഇറ്റ് ഈസ് വെരി ഹാർംഫുൾ ടു ദ ഹോസ് പ്ലാന്റ്. സോ വി ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്ക് നോക്കണം. ഞാൻ ഈ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. യു ഷുഡ് ഫോളോ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇൻ ഈച്ച് സെൻറ്റൻസ്. ഓരോ സെൻറ്റൻസും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. ക്ലിയർ? Some plants absorb food from the plants on which they live. They do not prepare food themselves. Some plants, ചില സസ്യങ്ങൾ absorb food from the plants. Food from the plants on which they live. ചില സസ്യങ്ങൾ എന്ത് ചെയ്യും? അവ താമസിക്കുന്ന അല്ലെങ്കിൽ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? ആഹാരം വലിച്ചെടുക്കും. പിന്നെയോ they do not prepare food themselves. അവർ സ്വയമായിട്ട് ആഹാരം ഉണ്ടാക്കുകയില്ല. From where they get food? They get food from the host plant. ആദ്യം നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞ സസ്യങ്ങളിൽ എന്ത് സംഭവിച്ചു? ഓർക്കിഡിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത്? ദേ യൂസ് ഹോസ്റ്റ് പ്ലാൻ ഫോർ ഓൺലി ഷെൽട്ടേഴ്സ്. അല്ലേ? ഷെൽട്ടറിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെയോ പാരസിറ്റിക് പ്ലാന്റ്സിൽ വന്നപ്പോഴോ അവ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഹോസ്റ്റ് പ്ലാന്റിനെ ജലത്തിനും ലവണങ്ങൾക്കും വേണ്ടിയിട്ടും അതുപോലെ ഫുഡിന് വേണ്ടിയിട്ടും എല്ലാം ഉപയോഗിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്താ? റഫ്ലേഷ്യ. റഫ്ലേഷ്യ ഈസ് ദ ലാർജസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ്. ഓൾസോ ബിലോങ് ടു ദിസ് കാറ്റഗറി. വിച്ച് കാറ്റഗറി? പാരസിറ്റിക് പ്ലാന്റ്സ്. പാരസിറ്റിക് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? പരാത സസ്യങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. പരാത സസ്യങ്ങൾ എന്നാണ് ഇതിനെന്ത് ചെയ്യുക? മലയാളത്തിൽ പറയാം. ഇനി അടുത്ത് നോക്കിയാലോ. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആൻഡ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ലീവ്സ് നോൺ ആസ് സെമി പാരസൈറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാരസൈറ്റ്സ് അല്ലെങ്കിൽ പരാത സസ്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിലെ രണ്ട് കാറ്റഗറിയാണ് നമ്മൾ പറയുന്നത്. സെമി പാരസൈറ്റും ടോട്ടൽ പാരസൈറ്റും. എന്താണ് സെമി പാരസൈറ്റ് എന്നാണ് ആദ്യം പറയുന്നത്. വായിച്ചേ, എല്ലാവരും ഉറക്കെ വായിച്ചേ. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് and prepare their own food with the help of their leaves are known as semi parasite. എക്സാമ്പിൾ ഇതാ ലൊറാന്തസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? മലയാളം പറയാം. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് മീൻസ് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത്
ഇലകളുടെ സഹായത്തോടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദർ ലീവ്സ്, ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് സെമി പാരസൈറ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും, അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ അർദ്ധപരാതങ്ങൾ എന്ന് പറയും. These plants, this type of plants used their host plant only for absorbing water and minerals. പക്ഷേ അവർ ഫുഡ് കളക്ട് ചെയ്യുന്നുണ്ടോ? ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ഫുഡ് എടുക്കുന്നുണ്ടോ? ഭക്ഷണം എടുക്കുന്നുണ്ടോ? നോ, ദേ ഓൺലി അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അത്തരത്തിലുള്ളതിനെ പറയുന്ന പേരാണ് സെമി പാരസൈറ്റ്. മനസ്സിലായോ? സെമി പാരസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെടി അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ഭക്ഷണം എടുക്കുകയില്ല. എന്ത് മാത്രമേ എടുക്കുകയുള്ളൂ? ജലവും ലവണങ്ങളും മാത്രമേ എടുക്കുകയുള്ളൂ. എന്നിട്ട് സ്വയം ആ പ്ലാന്റ് തന്നെ സ്വയം ഭക്ഷണം ഉണ്ടാക്കും. അതിനെയാണ് സെമി പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തേയും കൂടി നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അടുത്ത നോക്കിയേ, പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആർ ടോട്ടൽ പാരസൈറ്റ്. എക്സാമ്പിൾ കസ്ക്യൂട്ട. എന്താണ്? പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആർ ടോട്ടൽ പാരസൈറ്റ്. നിങ്ങളുടെ നോട്ട് ബുക്ക് എടുക്കുക, അതിലിത് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഒരു സൈഡ് ഹെഡിങ് എഴുതുക, സെമി പാരസൈറ്റ്. അതിൻ്റെ താഴെ എന്ത് എഴുതുക? ഈ എക്സ്പ്ലനേഷൻ എഴുതുക. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് water and minerals from the host plant and prepare their own food with the help of their leaves are known as semi-parasite. മനസ്സിലായില്ലേ? ടോട്ടൽ പാരസൈറ്റ് എന്താണ്? ടോട്ടൽ പാരസൈറ്റ് എന്താണ്? പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി. സെമി പാരസൈറ്റ് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഈ ടോട്ടൽ പാരസൈറ്റ് എന്താണ് ചെയ്യുന്നത്? അവർക്കൊന്നിനും വയ്യ. അവർ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് നേരിട്ടിട്ട് ഭക്ഷണം വലിച്ചെടുക്കുകയാണ്. മനസ്സിലായോ? ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് നേരിട്ടിട്ട് ഭക്ഷണം വലിച്ചെടുക്കുകയാണ്. അവർ ഭക്ഷണം സ്വയമേവ ഉണ്ടാക്കുകയില്ല. ഉദാഹരണം എന്താണ്? കസ്ക്യൂട്ട. അടുത്ത സെൻറ്റൻസ് നോക്കിയേ. ബോത്ത് സെമി പാരസൈറ്റ് ആൻഡ് ടോട്ടൽ പാരസൈറ്റ് ഹാം ടു ദ ഹോസ്റ്റ് പ്ലാന്റ്. ദ ഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മോശമാണ്, ഹാനികരമാണ്, ദോഷമാണ്. സെമി പാരസൈറ്റ് ആയാലും ടോട്ടൽ പാരസൈറ്റ് ആയാലും രണ്ടും ഹോസ്റ്റ് പ്ലാന്റിന് ദോഷമാണ്. വാട്ട് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഓഫ് സെമി പാരസൈറ്റ്? What happened in the case of semi-parasite? They absorb only water and minerals from the host plant. What happened in the case of total parasite? In the case of total parasite, plants absorb food directly from the host plant. ഭക്ഷണം അങ്ങനെ തന്നെ വലിച്ചെടുക്കുകയാണ്. അപ്പം അതെന്താണ്? ഹോസ്റ്റ് പ്ലാന്റിന്, ആതിഥേയ സസ്യത്തിന് മോശമാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വീഡിയോ പോസ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഉറപ്പ് വരുത്തുക. ടെക്സ്റ്റ് ബുക്ക് ആവർത്തിച്ച് വായിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഞാൻ ഓരോ വരികളുടെയും മലയാളം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ ആ മലയാളം മാത്രം കേൾക്കരുത്, ഇംഗ്ലീഷ് കൂടി വായിച്ച് പഠിക്കണം. അടുത്ത നോക്കിയേ. Observe parasitic plants and write down their peculiarities and their harmful effect on the host plant in your science diary. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചുറ്റുപാടും ഒബ്സേർവ് ചെയ്യുക, നിരീക്ഷിക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് പാരസൈറ്റുകൾക്ക്, പരാദസസ്യങ്ങൾക്കുള്ള സവിശേഷതകൾ, അതേത് രീതിയിലാണ് ഹോസ്റ്റ് പ്ലാന്റിന്, അതായത് ആതിഥേയ സസ്യത്തിന് മോശമായിട്ട് ബാധിക്കുന്നത് എന്ന് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്യില്ലേ? കാരണം ഇത്രയും നേരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മുഴുവൻ എന്താണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഹോസ്റ്റ് പ്ലാന്റിന് ഈ പറയുന്ന
പാരസൈറ്റുകൾ മോശമായിട്ട് ബാധിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ക്ലിയർ? എത്ര ടൈപ്പ് നമ്മൾ പാരസിറ്റിക് പ്ലാന്റ്സുകളെ പഠിച്ചു? 2 ടൈപ്പ് പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? സെമി പാരസൈറ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്? ടോട്ടൽ പാരസൈറ്റ് ആണ്. എന്താണ് സെമി പാരസൈറ്റിന് ഉദാഹരണം? ലൊറാന്തസ്, ഇത്തിൽ കണ്ണി നമ്മൾ പഠിച്ചു. എന്താണ് കംപ്ലീറ്റ് പാരസൈറ്റിന് ഉദാഹരണം? നോക്കിയേ, ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ, എന്താണ്? കസ്ക്യൂട്ട അഥവാ മൂടില്ലാത്ത ആളി. ഇത്രയും ക്ലിയർ ആയോ? നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. എന്താ എഴുതിയിരിക്കുന്നത്? ഫ്രോം ഡീകമ്പോസ്ഡ് റിമെയിൻസ്. ഡീകമ്പോസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ജീർണിക്കുക, ജീർണാവസ്ഥയിലായിട്ട് മാറുക എന്നുള്ളതാണ് ഡീകമ്പോസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലുക്ക് അറ്റ് ദ പ്ലാന്റ്സ് ഇൻ ദ പിക്ചർ. അപ്പം നമുക്ക് ആദ്യം നോക്കാമല്ലോ. ഇതേ ഒന്നാമത്തെ പിക്ചർ ഇതാ, രണ്ടാമത്തെ പിക്ചർ ഇതാ. നിയോട്ടിയവും മോണോട്രോപ്പയും കൊടുത്തിട്ടുണ്ട്. 2 പ്ലാന്റ്സ് ആണ്. ദിസ് ഇസ് ദ നെയിംസ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്ലാന്റ്. ദ ഫസ്റ്റ് വൺ ഈസ് നിയോട്ടിയ and the second one is monotropa. Clear? We go to next sentence. These plants grow absorbing nutrients from decomposed matter. Such plants are known as saprophytes. എന്താണ് അതിൻ്റെ അർത്ഥം? പിക്ചർ നോക്കി, ലുക്ക് അറ്റ് ദ പിക്ചർ നമ്മൾ നോക്കി കഴിഞ്ഞു അല്ലേ? ദീസ് പ്ലാന്റ്സ് ഗ്രോ എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഗ്രോ? അറിയാം, ഞാൻ പറയുന്നില്ല. അബ്സോർബിങ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. എന്താണ് അബ്സോർബിങ്? അത് ഞാൻ പറയുന്നില്ല. ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? പോഷക ഘടകങ്ങൾ എന്നുള്ളതിനെയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് ഫ്രോം ഡീകമ്പോസ്ഡ് മാറ്റർ. അതിനർത്ഥം എന്താണ്? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജീർണിച്ച് പോയതിൽ നിന്നൊക്കെയാണ് ന്യൂട്രീഷ്യൻസ് അബ്സോർബ് ചെയ്യുന്നത് ചില പ്ലാന്റ്സ്. അത്തരത്തിലുള്ള പ്ലാന്റ്സിനെയാണ് എന്ത് പറയുന്നത്? സാപ്രോഫൈറ്റ്സ്. SAPROPHYTES. അണ്ടർലൈൻ ചെയ്യണേ. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യാം. സാപ്രോഫൈറ്റ്സ്. മലയാളത്തിൽ എന്ത് പറയും? ശവോപ ജീവികൾ എന്ന് പറയും. ക്ലിയർ ആയോ? അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത നോക്കിയേ. ആർ യു നോട്ട് ഫെമിലിയർ വിത്ത് ഫംഗി? ഫംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പൂപ്പലുകളിലെ പൂപ്പലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യണേ. പൂപ്പലുകളെന്ന് എഴുതി വെക്കണം. വേർ ഡു ഫംഗി ഗ്രോ? എവിടെയാണ് പൂപ്പലുകൾ വളരുന്നത്? നിങ്ങൾ എവിടെയാണ് ഇത് വളരുന്നത് കണ്ടിട്ടുള്ളത്? ഇവിടെയാണ് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉള്ളത്. പുതിയൊരു ആക്ടിവിറ്റി തരികയാണ്. 2 ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ്? നമ്മുടെ ചീരയുടെ ആക്ടിവിറ്റിയാണ്. ചീരയുടെ റെഡ് അമരാന്തസിൻ്റെ ആക്ടിവിറ്റി ചെയ്യണം. രണ്ടാമത് ട്രൈ ദിസ് ആക്ടിവിറ്റി. ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. എന്താണ്? വായിച്ചു നോക്കാം. സോക്ക് എ പീസ് ഓഫ് ബ്രെഡ് ഇൻ വാട്ടർ ആൻഡ് കീപ് ഇറ്റ് അസൈഡ്. ഒരു റൊട്ടിയുടെ കഷ്ണം എടുത്തിട്ട്, റൊട്ടി നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കാറില്ലേ? അപ്പോൾ ചെറിയൊരു കഷ്ണം എടുക്കുക, വലിയ കഷ്ണമൊന്നും എടുക്കരുത്. ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. മനസ്സിലായോ? ചെറിയൊരു റൊട്ടി കഷ്ണം എടുക്കുക, എന്നിട്ടോ അത് നനച്ചിട്ട് പുറത്തേക്ക് മാറ്റി വയ്ക്കുക. ഒബ്സർവ് ഇറ്റ് ത്രൂ എ ഹാൻഡ് ലെൻസ് ആഫ്റ്റർ 2 days. ഹാൻഡ് ലെൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ കണ്ണുപയോഗിച്ചിട്ട് നോക്കിയാൽ മതി. ഓക്കെ, എന്ത് ചെയ്യണം? റൊട്ടി നനച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ 2 ദിവസം പുറത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ നോക്കുക. ഇനി ഒരു സയൻസ് ഡയറി ഡ്രോ വാട്ട് യു ഹാവ് ഒബ്സർവ്ഡ്. സയൻസ് ഡയറിയിൽ നിങ്ങൾ എന്താ കാണുന്നത് എന്നുള്ളത് വരയ്ക്കാൻ. ഫംഗി ഗ്രോയിങ് ഓൺ ബ്രെഡ്, പിക്കിൾ എക്സെട്ര ആർ സാപ്രോഫൈറ്റ്സ്. ഫംഗി ഡു നോട്ട് ബിലോങ് ടു ദിസ് group of plants. Fungi do not belong to the group of plants. പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ, സസ്യങ്ങളുടെ കൂട്ടത്തിലല്ല ആരെ കൂട്ടുന്നത്? പൂപ്പലുകളെ കണക്കാക്കുന്നത്. പൂപ്പലുകളും എന്താണ്? സാപ്രോഫൈറ്റ്സ് ആണ്. ഇതാ സാപ്രോഫൈറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാപ്രോഫൈറ്റ്സ്? സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നേരത്തെ പറഞ്ഞല്ലോ.
സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീർണിച്ച സാധനങ്ങളിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ എന്ത് പറഞ്ഞു നമ്മൾ? ശവോപ ജീവികളെന്ന് പറഞ്ഞു. ഇങ്ങനെ ബ്രെഡ് നനച്ചു വെച്ചാൽ എന്താണ് കാണുന്നത് എന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി വെക്കണം. മനസ്സിലായോ? അപ്പോൾ 2 ആക്ടിവിറ്റീസാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? ചീരയുടെ ആക്ടിവിറ്റിയാണ്. റെഡ് അമരാന്തസ് ഈസ് ക്ലോറോഫിൽ പ്രസൻറ്റ് ഇൻ റെഡ് അമരാന്തസ്. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന ബ്രെഡിൻ്റെ റൊട്ടിയിൽ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. ഇവിടെ എന്താണ് കാണുക എന്നുള്ളതിന് ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മാറ്റം നിങ്ങൾ റൊട്ടിയിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഒബ്സേർവ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇത് നോക്കിയേ, അടുത്ത എന്താണ് പറയുന്നത് നോക്കിയേ. മഷ്റൂം പോപ്പിംഗ് അപ്പ് ലൈക്ക് അംബ്രലാസ് ആർ എ ഫെമിലിയർ സൈറ്റ്. അല്ലേ? മഷ്റൂം പോപ്പിംഗ് അപ്പ് ലൈക്ക് അംബ്രലാസ് ആർ എ ഫെമിലിയർ സൈറ്റ്. ദേ ഓൾസോ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗായി. പൂപ്പലുകളുടെ കൂട്ടത്തിലാണ് മഷ്റൂമുകളെ കാണുന്നത്. മഷ്റൂം എന്ന് വെച്ചാൽ എന്താണ്? കൂണ്. നിങ്ങൾ കാണില്ലേ മഴയത്തൊക്കെ ഇങ്ങനെ കൂണുകൾ പൊന്തി വന്നിട്ടുണ്ടാവും. അതാണ് പോപ്പിംഗ് അപ്പ് ലൈക്ക് അംബ്രലാസ്. കുടകൾ പോലെ കൂണുകൾ പൊന്തി വന്നതിനെയാണ് പറയുന്നത്. ഒരു ചോദ്യം നോക്കിയേ. വേർ ആർ മഷ്റൂംസ് ഫൗണ്ട്? എവിടെയാണ് കുമിളുകൾ കാണുന്നത്? എവിടെയാണ് കാണപ്പെടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എവിടെയാണ് കാണപ്പെടുന്നത്? നനഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ടല്ലേ. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഡു ദേ ഡിഫർ ഇൻ കളർ, സൈസ് എക്സെട്ര? ഡിഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിഫർ, DIFFER. ഡിഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഡിഫർ ഇൻ കളർ, സൈസ്. എല്ലാ കൂടുകളും ഒരേ കളറാണോ? നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ചുറ്റുപാടും ഇറങ്ങിയിട്ട് നോക്കിയേ. അല്ല, വ്യത്യസ്ത കളറുകളാണ്, വ്യത്യസ്ത സൈസിലാണ് കൂണുകളൊക്കെ ഉള്ളത്. ആഡ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് മഷ്റൂംസ് ഇൻ യുവർ സയൻസ് ഡയറി. ഇതിപ്പോൾ എഴുതണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് എഴുതാനുണ്ട്. അപ്പോൾ ഇതിപ്പം നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. കൂണുകളെ ജസ്റ്റ് ഒബ്സേർവ് ചെയ്താൽ മതി. ഇനിയോ അടുത്ത എന്താണ് പറയുന്നത് നമുക്ക് നോക്കാമല്ലോ. വി ഹാവ് ബീൻ ഡിസ്കസിങ് some of the plants that depend on other plants for food and shelter. ഞാനിത് മലയാളത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. മലയാളം എക്സ്പ്ലനേഷൻ കുറച്ച് കുറക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ലാംഗ്വേജും ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദ ടൈം വി നീഡ് ടു എക്സ്പ്ലെയിൻ ഇൻ ഇംഗ്ലീഷ്. ക്ലിയർ? വാട്ട് അബൌട്ട് ദ പെപ്പർ വൈൻ ദാറ്റ് ഗ്രോസ് ഓൺ അതർ പ്ലാന്റ്സ്? വാട്ട് അബൌട്ട് ദ പെപ്പർ വൈൻസ് ഗ്രോസ് ഓൺ അതർ പ്ലാന്റ്സ്? എന്താണ് പെപ്പർ വൈൻസ്? പെപ്പർ വൈൻസ് എന്ന് വെച്ചാൽ കുരുമുളക് വള്ളി. കുരുമുളക് വള്ളി നിങ്ങൾക്ക് അറിയാമല്ലോ, പെപ്പർ വൈൻസ്. ദാറ്റ് ഗ്രോസ് ഓൺ അതർ പ്ലാന്റ്സ്. എങ്ങനെയാണ് കുരുമുളക് വള്ളി പടർന്ന് പിടിക്കുന്നത് എന്നാണ് ചോദ്യം. വൈ ഡസ് ഇറ്റ് ഡൂ സോ? വൈ ഡസ് ഇറ്റ് ഡൂ സോ? അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇതാണ് അടുത്ത പോർഷനിൽ നമുക്ക് പറയാനുള്ളത്. തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാക്കി നമുക്ക് ആക്ടിവിറ്റീസിലൂടെ ചെയ്യാം. ഇന്ന് വിക്ടേഴ്സ് ക്ലാസ്സിൽ എടുത്തതെല്ലാം ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അന്നേരം നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. സോ എല്ലാം ഒരുമിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരസൈറ്റുകൾ പഠിച്ചു, സെമി പാരസൈറ്റ് പഠിച്ചു, ടോട്ടൽ പാരസൈറ്റ് പഠിച്ചു, അതിനുള്ള ഉദാഹരണങ്ങൾ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഫംഗീനെ പറ്റി പഠിച്ചു അല്ലേ? എന്താണ്? പൂപ്പലുകളെ പറ്റി പഠിച്ചു. അപ്പോൾ ഇത്രയും ഭാഗം വരെ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേ നമുക്ക് കൂടുതൽ ഫ്ലുവൻ്റായിട്ട് സയൻസ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. സോ റീഡിങ് ടെക്സ്റ്റ് ബുക്ക് ഈസ് വെരി കമ്പൽസറി. ക്ലിയർ? യു ഷുഡ് റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് അറ്റ്ലീസ്റ്റ് 5 times. 5 തവണയെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ചിരിക്കണം. അറിയാത്ത വാക്കുകൾ മാർക്ക് ചെയ്യുക, അതിൻ്റെ അർത്ഥം കണ്ടെത്തി പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 എക്സ്പെരിമെൻ്റാണുള്ളത്. ആദ്യത്തേത് ചീരയുടെ എക്സ്പെരിമെൻ്റാണ്, രണ്ടാമത്തേത് ബ്രെഡിൻ്റെ എക്സ്പെരിമെൻ്റാണ്. രണ്ടും കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.